നമ്മൾ ഈ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പം ലോജിക്ക് തപ്പി നടക്കുന്ന തെളിവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഈ വീഡിയോ ഒന്ന് കാണണേ. നമുക്ക് എല്ലാത്തിനും പ്രൂഫ് വേണം, ലോജിക്ക് വേണം. അള്ളാഹുവിനെ പോലും ലോജിക്ക് കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തണം എന്നതാണ് നമ്മുടെ വാശി. നമ്മുടെ ഈ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒന്നാണ് അള്ളാഹു എങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിനെ നമ്മൾ റബ്ബ് എന്ന് വിളിക്കുന്നത്? നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ സൈസിൽ ഒതുങ്ങുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കണം ദൈവം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആക്ച്വലി ദൈവമല്ല, കേവലം നമ്മുടെ ജസ്റ്റ് ഇമാജിനേഷൻ മാത്രമായിരിക്കും അത്. ഒരു 5 വയസ്സുകാരന് ക്വാണ്ടം ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് ഫിസിക്സ് തെറ്റായതുകൊണ്ടോ ഫിസിക്സ് ഇല്ലാത്തതുകൊണ്ടോ അല്ല, ആ കുട്ടിയുടെ തലച്ചോറ് അതിന് മതിയാവാത്തതുകൊണ്ടാണ്. ഇതേപോലെ തന്നെയല്ലേ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ റബ്ബിൻ്റെ സ്ഥാനം ഉണ്ടായിരിക്കുക. നമ്മുടെ ഈ 3D ലോകത്തിൻ്റെ ലോജിക്ക് വെച്ചിട്ട് അതിനപ്പുറമുള്ള ഇൻഫിനിറ്റി പവറായിട്ടുള്ള അള്ളാഹുവിനെ അളക്കുക എന്നത് തന്നെ ഒരു ഫെയിലിയർ മിഷനാണ്. നമ്മുടെ ഈ ലോജിക്ക് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ ലൈഫിനെ, ഈ ഭൗതിക ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ടൂള് മാത്രമാണ്. അപ്പോൾ അതിനപ്പുറമുള്ള അള്ളാഹു എന്ന ഒരു സുപ്രീം റിയാലിറ്റിയെ അളക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന ഒന്നല്ല അത് എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. സൂര്യനെ നോക്കാൻ കണ്ണ് തന്ന അള്ളാഹു ആ സൂര്യൻ്റെ ഉള്ളിലേക്ക് നേരിട്ട് നോക്കാനുള്ള കപ്പാസിറ്റി ആ കണ്ണിന് തന്നിട്ടില്ല. എന്തുകൊണ്ട്? കണ്ണിന് പവറില്ലാത്തതുകൊണ്ടൊന്നുമല്ല, സൂര്യന് അമിതമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ്. ആ തിളക്കത്തിന് മുന്നിൽ നമ്മുടെ കാഴ്ച തോറ്റുപോകുന്നത് ആ സൂര്യൻ്റെ അസ്തിത്വത്തിനുള്ള ഏറ്റവും വലിയ എവിഡൻസ് ആണത്. എന്നിട്ടും നിങ്ങൾക്ക് തെളിവ് വേണം എന്നാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മില്യൺസ് ഓഫ് സെൽസ് ഒരു സെക്കൻഡ് പോലും തെറ്റാതെ തളരാതെ കോർഡിനേഷൻ നഷ്ടപ്പെടുത്താതെ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമുക്ക് പിടികിട്ടാത്ത ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ട് എന്ന് സമ്മതിക്കലാണ് റിയൽ ലോജിക്. കാരണം നമ്മളൊരു പെയിൻറ്റിങ് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു പെയിൻറ്റർ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ വേണ്ടി നമ്മളാരും ലോജിക്ക് തപ്പിപ്പോവാറില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു, നമ്മുടെ ലോജിക്ക് കൊണ്ട് സുപ്രീം റിയാലിറ്റി ആയിട്ടുള്ള അള്ളാഹുവിനെ അളക്കാൻ നിൽക്കരുത്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒന്നല്ലത്. നമ്മുടെ ബുദ്ധിയുടെ പരിമിതി എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹു എന്ന വലിയ സുപ്രീം പവറിന് മുന്നിൽ അടിമകളായിട്ടുള്ള നമ്മൾ വിനയത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്താൻ നോക്കുന്നതിന് പകരം ആ റബ്ബിനെ അനുഭവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ അനുഭവിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുക. Do istighfar and repent for your sins. Inshallah.